السلام عليكم ورحمة الله وبركاته. الحمد لله الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد. സുന്നത്തുർ റസൂൽ ആദാബുൽ കലാം സംസാര മര്യാദകൾ ഭാഗം 15. ഇന്നത്തെ വിഷയം അസ്സബ്ബു ചീത്ത പറയുക, അധിക്ഷേപിക്കുക എന്നതാണ്. ഇസ്ലാം വളരെ ഗൗരവമായി കണ്ടിട്ടുള്ള ഒരു വിഷയമാണ് ആക്ഷേപം എന്ന് പറയുന്നത്. അള്ളാഹുവിനെയും അവന്റെ സൃഷ്ടികളെയും അതുപോലെ തന്നെ മതത്തെയും വേദഗ്രന്ഥങ്ങളെയും എല്ലാം ആക്ഷേപിക്കുന്നതും കുറ്റപ്പെടുത്തുന്നതും ഇസ്ലാം ഗൗരവമായി വിലക്കുകയും ഗൗരവമായി കാണുകയും ചെയ്തിട്ടുണ്ട്. അതിൽപ്പെട്ട ചില കാര്യങ്ങൾ ഓരോന്നായി വിശദീകരിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ടത് സൃഷ്ടാവായ അള്ളാഹുവിനെ ആക്ഷേപിക്കുക, ചീത്ത പറയുക, പരിഹസിക്കുക എന്നതാണ്. അള്ളാഹുവിനെയും അവന്റെ പ്രവാചകനെയും അവന്റെ വേദഗ്രന്ഥങ്ങളെയും അവന്റെ മലക്കുകളെയും ഇതിനെ പരിഹസിക്കുകയും ആക്ഷേപിക്കുകയും കുറ്റപ്പെടുത്തുകയും ചീത്ത പറയുകയും ചെയ്യുന്നത് കുഫ്രിന്റെ ഭാഗമായി ഇസ്ലാം പരിഗണിച്ചിട്ടുണ്ട്. സൂറത്ത് തൗബയിലെ 65-66 വചനങ്ങളിൽ ഈ കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ബോധ്യപ്പെടുത്തിയതായി കാണാം. അള്ളാഹുവിന്റെ മതവും ഗ്രന്ഥവും പഠിച്ച ആളുകളെ അധിക്ഷേപിച്ച ഒരു സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നിട്ടുള്ളതാണ് സൂറത്ത് തൗബയിലെ ഈ ആയത്തുകൾ. പരിഹസിച്ച് ആക്ഷേപിച്ച് സംസാരിച്ച ആളുകളോട് അതിനെക്കുറിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ അവർ പറഞ്ഞത്, ഞങ്ങൾ വെറുതെ സംസാരത്തിൽ മുഴുകുകയും വിനോദത്തിലേർപ്പെടുകയും ചെയ്തതായിരുന്നു, അത് മാത്രമാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത് എന്നാണ്. ഇവരുടെ ന്യായങ്ങളെ ഖുർആൻ അംഗീകരിക്കാതെ ഖുൽ അബില്ലാഹി വ ആയാതിഹി വ റസൂലിഹി കുൻതും തസ്തഹ്സിഊൻ, നബിയെ ചോദിക്കുക, അള്ളാഹുവിനെയും അവന്റെ ആയാത്തുകളെയും അവന്റെ റസൂലിനെയുമാണോ നിങ്ങൾ പരിഹസിക്കുന്നത്? ലാ തഅ്തദിറു, നിങ്ങൾ ന്യായം ബോധിപ്പിക്കേണ്ടതില്ല. ഖദ് കഫർതും ബഅദ ഈമാനിക്കും, നിങ്ങളുടെ വിശ്വാസത്തിന് ശേഷം നിങ്ങൾ കാഫറുകളായി മാറിയിരിക്കുന്നു. ഈമാനിൽ നിന്ന് പുറത്തു പോകുന്ന കുഫ്റിന്റെ കാര്യമായിട്ടാണ് അള്ളാഹുവിനെയും അവന്റെ ആയത്തുകളെയും അവന്റെ റസൂലിനെയും പരിഹസിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്നതിനെ ഖുർആൻ ഇവിടെ എണ്ണി പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് വിശ്വാസികളിൽ നിന്ന് യാതൊരു തരത്തിലുള്ള ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങളും പരിഹാസങ്ങളും കുറ്റപ്പെടുത്തലുകളും ചീത്തവാക്കുകളും ഒന്നും അള്ളാഹുവിനെ സംബന്ധിച്ച് ഉണ്ടാകാൻ പാടില്ല. രണ്ടാമത്തേത് അള്ളാഹുവിന്റെ മതത്തെ ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും ചെയ്യുക എന്നതാണ്. മതത്തെ മൊത്തത്തിലായിരുന്നാലും മതം ഗൗരവമായി കണ്ടിട്ടുള്ള മഹത്വരമായി കണ്ടിട്ടുള്ള കാര്യങ്ങളെ അല്ലെങ്കിൽ അതിലേതെങ്കിലും ഒന്നിനെ ഇത്തരത്തിൽ ആക്ഷേപിക്കുകയോ പരിഹസിക്കുകയോ ചെയ്താലും അത് ഗൗരവമേറിയ വിഷയമാണ്. പലപ്പോഴും പല ആളുകളും തമാശയ്ക്ക് വേണ്ടി ഇത്തരം ഗൗരവമേറിയ കാര്യങ്ങളിൽ ഏർപ്പെടാറുണ്ട്. അത് ഗുരുതരമായ തെറ്റാണ് എന്ന കാര്യം പലരും മനസ്സിലാക്കാറില്ല. തമാശക്കായിരിക്കാം, ചിരിപ്പിക്കാനായിരിക്കാം. പക്ഷേ മതത്തെയും മതചിഹ്നങ്ങളെയും ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും ചെയ്യരുത്. സൂറത്ത് തൗബയിലെ 12-ാമത്തെ വചനം വ ഇന്നകസു ഐമാനഹും മിൻ ബഅദി അഹദിഹിം വതഅനു ഫീ ദീനികും ഫഖാതിലു അഇമ്മത്തൽ കുഫർ ഇന്നഹും ലാ ഐമാന ലഹും ലഅല്ലഹും യന്തഹൂൻ. അവർ അവരുടെ കരാറിന് ശേഷം അവരുടെ കരാറുകളെ, സത്യങ്ങളെ അവർ ലംഘിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ മതത്തിൽ അവർ കുറ്റപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ, ഫഖാതിലു അഇമ്മത്തൽ കുഫർ, കുഫറിന്റെ ഈ നേതാക്കന്മാരോട് നിങ്ങൾ യുദ്ധം ചെയ്യുക എന്നാണ് സൂറത്ത് തൗബയിലെ 12-ാമത്തെ വചനത്തിൽ അള്ളാഹു പറഞ്ഞത്. സൂറത്ത് തൗബയിലെ തന്നെ നേരത്തെ ഓതിയ 65-66 ആയത്തുകളിൽ അബില്ലാഹി വ ആയാതിഹി വ റസൂലിഹി എന്ന് പറഞ്ഞതിൽ മതം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെതാണ്. അള്ളാഹുവിന്റെ വചനങ്ങൾ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും വേദഗ്രന്ഥവുമാണ്. അവന്റെ ദൂതൻ എന്ന് പറയുന്നത് ആ മതം പഠിപ്പിക്കാൻ വേണ്ടി വന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഇതിലേതായിരുന്നാലും അത് മതത്തിന്റെ വൃത്തത്തിൽ വരുന്നതാണ്. അപ്പോൾ മതത്തെ ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും ചെയ്യുക എന്നതും കുഫ്രിന്റെ ഗണത്തിൽപ്പെട്ടതാണ്. വിശ്വാസികളിൽ നിന്ന് ഒരിക്കലും അങ്ങനെയുള്ള യാതൊന്നും ഒരു നിലക്കും ഉണ്ടാകാൻ പാടില്ല. മൂന്നാമത്തേത് അള്ളാഹുവിന്റെ പ്രവാചകനെ അധിക്ഷേപിക്കുക എന്നതാണ്. ഒരു വിശ്വാസി സംബന്ധിച്ചിടത്തോളം അവന്റെ മനസ്സിൽ ഉന്നതമായ സ്ഥാനമുള്ളതാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ. ഒരാളുടെ മാതാപിതാക്കളെക്കാളും ഭാര്യമാരെക്കാളും മക്കളെക്കാളും അവന്റെ സ്വന്തം ദേഹത്തെക്കാളും സമ്പത്തിനേക്കാളും അവന് പ്രിയപ്പെട്ട എന്തിനേക്കാളും ഏറ്റവും പ്രിയപ്പെട്ടത് അള്ളാഹുവും അവന്റെ പ്രവാചകനുമായിരിക്കണം. ഒരാൾ തന്നെ സ്നേഹിക്കുന്നതിന്റെ താഴെയാണ് അള്ളാഹുവിന്റെ പ്രവാചകനെ സ്നേഹിക്കുന്നതെങ്കിൽ അവന്റെ വിശ്വാസം പൂർണ്ണമല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. പ്രവാചകനെ സ്നേഹിക്കേണ്ടതിന്റെ ആവശ്യകത വിശുദ്ധ ഖുർആനിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എമ്പാടും ഹദീസുകളും ആ വിഷയത്തിലുണ്ട്. ഒരൊറ്റ ഹദീസ് മാത്രം ഇവിടെ സൂചിപ്പിക്കുകയാണ്. അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള 4361 നമ്പർ ഹദീസ്. അതിൽ ഇപ്രകാരം കാണാം, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറയുന്നു, അന്ധനായ ഒരാൾ, അദ്ദേഹത്തിന് ഒരു അടിമപ്പെണ്ണുണ്ടായിരുന്നു. ആ അടിമയിൽ അദ്ദേഹത്തിന് കുട്ടികളുമുണ്ട്.
പക്ഷേ ഈ സ്ത്രീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തശ്തുമു അന്നബിയ, നബിയെ ചീത്ത പറയാറുണ്ടായിരുന്നു. നബിയെ ആക്ഷേപിച്ചുകൊണ്ട് ഉള്ള സംസാരത്തിൽ ഏർപ്പെടുകയും ചെയ്യും. ഈ അന്ധനായ സഹാബി ഈ പെണ്ണിനെ വിലക്കും, പക്ഷേ അവൾ ആ കുറ്റത്തിൽ നിന്ന് പിന്മാറുകയില്ല. അവരെ വിരോധിക്കും, പക്ഷേ അവൾ ഒഴിവാവുകയില്ല. അങ്ങനെ ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചീത്ത പറയുവാനും നബിയെ അധിക്ഷേപിക്കുവാനും തുടങ്ങിയപ്പോൾ അദ്ദേഹം ഒരു ആയുധമെടുക്കുകയും അത് അവരുടെ വയറ്റത്ത് വെക്കുകയും എന്ന് അദ്ദേഹം അതിന്മേൽ അമർന്നു കിടന്ന് അവളെ വധിക്കുകയും ചെയ്തു. അങ്ങനെ അവൾക്ക് മുമ്പിൽ ഒരു കുട്ടി പ്രത്യക്ഷപ്പെട്ടു. അവിടെ ഉണ്ടായിരുന്നവയെല്ലാം അവർ രക്തം കൊണ്ട് ചായം പൂശി. നേരം വെളുത്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ കാര്യം പറയപ്പെട്ടു. അദ്ദേഹം ജനങ്ങളെയൊക്കെ ഒരുമിച്ച് കൂട്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ ഇന്നാലിന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അവനിൽ നിന്ന് എനിക്ക് ചില അവകാശങ്ങൾ ലഭിക്കാനുണ്ട്, അയാളുടെ മേൽ ചില ബാധ്യതകളുണ്ട്. അവൻ എന്റെ അടുക്കലേക്ക് വന്നാലല്ലാതെ, അവൻ എഴുന്നേറ്റാലല്ലാതെ. അപ്പോൾ ജനങ്ങൾക്കിടയിലൂടെ ഈ അന്ധനായ വ്യക്തി മുന്നോട്ട് കടന്നു വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ഇരുന്നു. അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിന്റെ ദൂതരെ, ആ വ്യക്തി ഞാനാണ്. അവൾ നിങ്ങളെ ചീത്ത പറയാറുണ്ടായിരുന്നു, നിങ്ങളെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുന്ന രീതിയിൽ അവർ സംസാരിക്കാറുണ്ടായിരുന്നു. ഞാൻ അവളെ വിലക്കും, പക്ഷെ അവർ ഒഴിവാവുകയില്ല. ഞാൻ അവളെ തടയും, പക്ഷെ അവർ പിൻവാങ്ങുകയില്ല. അവളിൽ എനിക്ക് മുത്തുകൾ പോലുള്ള 2 മക്കളുണ്ട്. അവൾ എന്നോട് വളരെയധികം സൗമ്യത കാണിക്കുന്നവളായിരുന്നു. എന്നാൽ ഇന്നലെ അവൾ നിങ്ങളെ ചീത്ത പറയാനും അധിക്ഷേപിക്കാനും തുടങ്ങിയപ്പോൾ ഞാൻ നിങ്ങൾ കേട്ടതുപോലെ അവളെ ഞാൻ വധിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലഷ്ഹദു അന്ന ദമഹ ഹദർ, അറിയുക, നിങ്ങൾ സാക്ഷ്യം വഹിക്കുക, അവളുടെ രക്തം മൂല്യമില്ലാത്തതാണ് എന്ന് പറഞ്ഞാൽ, പ്രവാചകനെ അധിക്ഷേപിച്ചതിന്റെ പേരിൽ തന്റെ കുട്ടികളുടെ മാതാവായ അടിമപ്പെണ്ണിനെ വധിച്ച സഹാബിയോട് പ്രതികാരം ചോദിക്കേണ്ടതില്ല എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിന്റെ താല്പര്യം. ഈ ഒരൊറ്റ സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അധിക്ഷേപിക്കുന്ന ആളോട് സ്വീകരിക്കേണ്ടുന്ന നിലപാടെന്താണ് എന്നും അതുപോലെ തന്നെ അതിന്റെ ഗൗരവം എന്ത് എന്നതും വളരെ കൃത്യമായി നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്ന സംഭവമാണ്. ഈ പറഞ്ഞ ശിക്ഷാവിധികൾ വ്യക്തിയോ സമൂഹങ്ങളോ അല്ലെങ്കിൽ സംഘങ്ങളോ നിർവഹിക്കേണ്ടതല്ല, മറിച്ച് അത് ഇസ്ലാമിക ഭരണകൂടമുള്ളിടത്ത് ഭരണകർത്താക്കളാണ് ഈ കാര്യം നിർവഹിക്കേണ്ടത്. വ്യക്തികൾക്ക് നിയമങ്ങൾ കയ്യിലെടുക്കാനുള്ള അധികാരമില്ല. ഇങ്ങനെ അള്ളാഹുവിനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അധിക്ഷേപിക്കുകയും പരിഹസിക്കുകയും ചീത്ത പറയുകയും ചെയ്യുന്നവന്റെ പശ്ചാത്താപം സ്വീകരിക്കപ്പെടുമോ എന്ന വിഷയത്തിൽ പോലും പണ്ഡിതന്മാർ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയതായി നമുക്ക് കാണാൻ സാധിക്കും. 2 വീക്ഷണങ്ങൾ ഈ വിഷയത്തിലുണ്ട്. ഒരാൾ അള്ളാഹുവിനെ ചീത്ത പറയുകയാണെങ്കിൽ അവൻ അതിൽ നിന്ന് പിൻവാങ്ങുകയും ചെയ്താൽ അവന്റെ പശ്ചാത്താപം സ്വീകരിക്കപ്പെടും. എന്നാൽ അള്ളാഹുവിനെ ആക്ഷേപിച്ചാലും പ്രവാചകനെ ആക്ഷേപിച്ചാലും അവന്റെ പശ്ചാത്താപം സ്വീകരിക്കപ്പെടുകയില്ലെന്നും അവനെ കാഫറായ നിലക്ക് കൊല്ലണമെന്നും അവന്റെ മേൽ നമസ്കരിക്കേണ്ടതില്ലെന്നും അവന് റഹ്മത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതില്ലെന്നും അവനെ മുസ്ലിങ്ങളുടെ ഖബർസ്ഥാനിൽ അല്ലാതെ മറവ് ചെയ്യണമെന്നുമൊക്കെ പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടതായി നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഒരാൾ അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുകയും അത് സത്യസന്ധമാവുകയും ആണ് എങ്കിൽ അവന്റെ തെറ്റിനെക്കുറിച്ച് അവൻ കുറ്റസമ്മതം നടത്തുകയും ചെയ്യുകയും അള്ളാഹുവിനെക്കുറിച്ച് പറയേണ്ടത് പ്രകാരം അള്ളാഹുവിനെക്കുറിച്ച് അവൻ സത്യസന്ധമായി പറയുകയും ചെയ്താൽ അള്ളാഹുവിനെ ആക്ഷേപിച്ചവന്റെ പശ്ചാത്താപം സ്വീകരിക്കപ്പെടുമെന്നും എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്ഷേപിച്ചവന്റെ പശ്ചാത്താപം സ്വീകരിക്കപ്പെടുകയില്ലെന്നും അവനെ വധിക്കൽ നിർബന്ധമാണെന്നും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുമ്പോൾ തന്നോട് തെറ്റ് ചെയ്തവർക്ക് പ്രവാചകൻ വിട്ടുവീഴ്ച നൽകിയിട്ടുണ്ട്. എന്നാൽ മരണശേഷം നബിയെക്കൊണ്ട് ആ ആക്ഷേപത്തെ വിട്ടുവീഴ്ച ചോദിക്കുക എന്ന് പറയുന്നത് സാധ്യമല്ലാത്തതുകൊണ്ട് അവന്റെ പശ്ചാത്താപം സ്വീകരിക്കപ്പെടുകയില്ല എന്ന അഭിപ്രായം സ്വീകരിച്ച പണ്ഡിതന്മാരെയും നമുക്ക് കാണാം. ഇസ്ലാമിക രാജ്യത്ത് താമസിക്കുന്ന ദിമ്മിയായ കാഫർ, ഇസ്ലാമിന്റെ ഭരണകൂടത്തിന്റെ സംരക്ഷണത്തിന് കീഴിൽ താമസിക്കുന്ന മുസ്ലിം അല്ലാത്ത ഒരാൾ അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ കരാറിൽ ഏർപ്പെട്ടിട്ടുള്ള ഒരാളാണെങ്കിലും അതോടുകൂടി അവന്റെ സംരക്ഷണവും അവരുമായുള്ള കരാറും അവസാനിക്കുന്നുവെന്നും പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണാം. അതുപോലെ തന്നെ നസായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ഹദീസിൽ അബൂ ബർസ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അത്തൈതു അലാ അബീ ബക്രിൻ വഖദ് അഗ്ലള ലിറജുലിൻ ഫറദ്ദ അലൈഹി, ഞാൻ അബൂ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ചെന്നു. അദ്ദേഹം ഒരാളോട് രൂക്ഷമായി സംസാരിക്കുന്നു.
അയാൾ ഇങ്ങോട്ട് ഗണ്ണിക്കുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, അല അദ്രിബുനുക, ഞാൻ അയാളുടെ പെരടി വെട്ടട്ടെയോ എന്ന്. അപ്പോൾ അബൂ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അബൂ ബർസ റളിയല്ലാഹു അൻഹുവിനെ വിലക്കി. അദ്ദേഹം പറഞ്ഞു, ഇന്നഹാ ലൈസത്ത് ലിഅഹദിൻ ബഅദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം ഒരാൾക്കും അതിന് അവകാശമില്ല എന്ന്. അതായത് മുകളിൽ പറഞ്ഞ അബൂദാവൂദിന്റെ ഹദീസിൽ നബിയെ ആക്ഷേപിച്ച സ്ത്രീയെ ആ സ്ത്രീയുടെ യജമാനൻ വധിക്കുകയുണ്ടായി. എന്നാൽ തന്നെ ആക്ഷേപിച്ചു എന്നതിന്റെ പേരിൽ ആക്ഷേപിച്ചവനെ വധിക്കാൻ അവകാശമില്ലെന്ന് അബൂ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രഖ്യാപിക്കുകയും അത് നബിക്ക് മാത്രം അവകാശപ്പെട്ടതല്ലെങ്കിൽ നബിയുടെ കാര്യത്തിൽ മാത്രം അവകാശപ്പെട്ടതാണ് എന്ന് പ്രസ്താവിക്കുകയും ഉണ്ടായി. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്ഷേപിച്ചവനോട് നബിയും പിൽക്കാലത്ത് ഖലീഫമാരും സ്വീകരിച്ച നിലപാടെന്തായിരുന്നു എന്നതാണ്. നാലാമത്തെ കാര്യം മലക്കുകളെ ആക്ഷേപിക്കുക എന്നതാണ്. മലക്കുകളുടെ ശത്രുത പ്രഖ്യാപിച്ചവൻ അള്ളാഹുവിന്റെ ശത്രുവാണ് എന്നതാണ് ഇസ്ലാമിന്റെ സിദ്ധാന്തം. അതുകൊണ്ട് തന്നെ മലക്കുകളിൽ വിശ്വസിക്കുകയും അവരെ അംഗീകരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അത്തരം വിശ്വാസമുള്ള ഒരാൾ മലക്കുകളെ ആക്ഷേപിക്കുകയോ പരിഹസിക്കുകയോ ഇല്ല. അഞ്ചാമത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരാണ്. അവർ ഉമ്മഹാത്തുൽ മുഅ്മിനീനാണ്. സത്യവിശ്വാസിനികളുടെ മാതാക്കളാകുന്നു അവർ. അതുകൊണ്ട് തന്നെ അവരുമായി ബന്ധപ്പെട്ട പ്രത്യേകമായ നിയമങ്ങൾ ഇസ്ലാമിൽ നമുക്ക് കാണാൻ സാധിക്കും. അത് ഇവിടെ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു സ്ഥാനവും ബഹുമാനവും നമ്മുടെ ഉമ്മമാരോടുള്ളതുപോലെ തന്നെ അവരെയും ബഹുമാനിക്കുകയും ആദരിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെ സ്നേഹിക്കുകയും ചെയ്യണം. അതിന്റെ വിപരീതമായി അവരെ ആക്ഷേപിക്കുകയും ചീത്ത പറയുകയും അതുപോലെ തന്നെ അസഭ്യവർഷങ്ങൾ നടത്തുകയും ചെയ്യുന്നത് പാടില്ലാത്ത കാര്യമാണ്. മുസ്ലിങ്ങളിൽ പെട്ടവരെന്ന് അവകാശപ്പെടുന്ന ആളുകളിൽ പെട്ട ചില വിഭാഗക്കാരും ചില വ്യക്തികളുമൊക്കെ ഇത്തരത്തിലുള്ള ഗുരുതരമായ തെറ്റുകളിൽ അകപ്പെടുന്നത് വാക്കിലൂടെയും പ്രസംഗത്തിലൂടെയും എഴുത്തിലൂടെയും പാട്ടുകളിലൂടെയും മറ്റും നമുക്ക് കാണാൻ സാധിക്കും. ആറാമത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്താണ്. അവരെ അധിക്ഷേപിക്കാൻ പാടില്ല. വിശുദ്ധ ഖുർആനിൽ ഒരുപാട് ആയത്തുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിനെ കുറിച്ചുള്ള വിശേഷണങ്ങൾ എമ്പാടും ആയത്തുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. സൂറത്തുൽ ഫത്ഹിലെ 29-ാമത്തെ വചനം, സൂറത്ത് തൗബയിലെ 100-ാമത്തെ വചനം, ഇങ്ങനെ ഒരുപാട് ആയത്തുകൾ. ഇവിടെ ആയത്തുകൾ ഓതി വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അള്ളാഹുവിനെ തൃപ്തിപ്പെട്ടവരും അള്ളാഹു തിരിച്ചിങ്ങോട്ട് തൃപ്തിപ്പെട്ടവരുമായ, അതുപോലെ തന്നെ അള്ളാഹുവിനടുക്കൽ മഹത്തായ സ്ഥാനമുള്ള, അള്ളാഹുവിനെയും പ്രവാചകനെയും ഇഷ്ടപ്പെടുന്ന, പരസ്പരം കരുണ കാണിക്കുന്ന, ഇങ്ങനെ ഒരുപാട് വിശേഷണങ്ങൾ നൽകപ്പെട്ട ആളുകളാണ് നബിയുടെ സഹാബത്ത് എന്ന് പറയുന്നത്. മറ്റുള്ളവർക്ക് മാതൃകയായി ഇസ്ലാമിലേക്ക് മുൻകടന്നു വന്നവരാണ്. അതുകൊണ്ട് തന്നെ അവരെ ആ നിലക്ക് ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യണം. അവരെ അധിക്ഷേപിക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖൈറുൻ നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും എന്ന്, എന്റെ മനുഷ്യരിൽ ഉത്തമനായവർ എന്റെ തലമുറയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ എന്റെ സഹാബത്തിനെ നിങ്ങൾ ആക്ഷേപിക്കരുത് എന്ന് പറഞ്ഞ ഒരുപാട് ഹദീസുകൾ കാണാം. മൻ സബ്ബ അസ്ഹാബി ഫഅലൈഹി ലഅനത്തുല്ലാഹി വൽ മലായികത്തി വന്നാസി അജ്മഈൻ, എന്റെ സഹാബത്തിനെ ചീത്ത പറയുന്നവർ അവന്റെ പേർ അള്ളാഹുവിന്റെയും മലക്കുകളുടെയും സർവ്വ മനുഷ്യരുടെയും ശാപമുണ്ട് എന്നത് അൽ ജാമിഉ സഗീറിൽ ഉദ്ധരിക്കപ്പെട്ട ഹദീസാണ്. ലാ തസുബ്ബു അസ്ഹാബി ഫലൗ അന്ന അഹദകും അൻഫഖ മിസ്ല ഉഹുദിൻ ദഹബൻ മാ ബലഗ മുദ്ദ അഹദിഹിം വലാ നസീഫ, നിങ്ങൾ എന്റെ സഹാബത്തിനെ ചീത്ത പറയരുത്. അവരിൽ ഒരാൾ ചെലവഴിച്ചതിന്റെ ഒരു മുദ്ദിന്റെ അത്രയോ, അതായത് 2 കൈ ചേർത്ത് വാരിയതിന്റെയോ അല്ലെങ്കിൽ ഒരു കൈയിൽ വാരിയതിന്റെയോ അത്ര പോലും നിങ്ങൾ ഉഹദ് മലയോളം ചെലവഴിച്ചാൽ പോലും അവർ ചെലവഴിച്ചിടത്തേക്ക് എത്തുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അത് അവരുടെ സ്ഥാനത്തെയും അവരോട് കാണിക്കേണ്ടുന്ന ആദരവിനെയുമാണ് സൂചിപ്പിക്കുന്നത്. അതിന്റെ ഭാഗമാണ് ആദരിക്കുന്നതോടൊപ്പം അവരെ അധിക്ഷേപിക്കാതിരിക്കുക, ചീത്ത പറയാതിരിക്കുക എന്ന് പറയുന്നത്. ഈ ഒരു കുറ്റകൃത്യത്തിലും ഏർപ്പെടുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. അവർ അവരുടെ ദീനിനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നത് തന്നെ സഹാബികളെ അധിക്ഷേപിച്ചുകൊണ്ടും കുറ്റപ്പെടുത്തിക്കൊണ്ടുമാണ്. അങ്ങനെ അധിക്ഷേപിച്ചാലേ അവരുടെ ഇസ്ലാം പൂർണ്ണമാവുകയുള്ളൂ, അല്ലെങ്കിൽ അവർ യഥാർത്ഥ ഇസ്ലാം ആവുകയുള്ളൂ എന്ന് ധരിക്കുന്ന ആളുകളെ നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഇന്നും ജീവിച്ചിരിക്കുന്നവരായി പോലും നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ തരത്തിലുള്ള യാതൊരുവിധ പ്രവർത്തനങ്ങളും നമ്മളിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല. ആക്ഷേപങ്ങളിൽ ഏറ്റവും ഗൗരവമേറിയ ഗുരുതരമായ കാര്യമാണ് ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ള വിഷയങ്ങൾ എന്നത് എല്ലാവരും ഗൗരവത്തോടുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹു ഇവരെയൊക്കെ സ്നേഹിക്കുവാനും അവരെയൊന്നും ആക്ഷേപിക്കാതിരിക്കുവാനുമുള്ള വിശ്വാസത്തിന്റെ ബലം നമുക്കെല്ലാവർക്കും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ.